ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത സർവജ്ഞനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഇന്നും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, വിശേഷാൽ കർത്താവിന്റെ ദാസന്മാരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് വേഗത്തിൽ തന്നെ തിരിയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫിലദൽഫിയയിലെ സഭയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ വിഷയമാണ്. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചുകൊണ്ടാണല്ലോ ഈ പഠനം നടത്തുന്നത്. അവിടെ കർത്താവ് തന്നെ തന്നെ ഏറ്റവും ഒന്നാമത് വിശുദ്ധൻ എന്നും രണ്ടാമത് സത്യവാൻ എന്നും മൂന്നാമത് ദാവീദിന്റെ താക്കോൽ കൈവശം ഉള്ളവനെന്നും നാലാമത് ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 4-ാമത്തെ ഭാഗമാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. അത് യേശുക്രിസ്തുവിന്റെ സർവശക്തിയെ കാണിക്കുന്നു എന്നതാണല്ലോ കണ്ടത്. പരമാധികാരത്തെ കാണിക്കുന്നു. സ്തോത്രം. The sovereign power of Jesus is displayed or manifested there in the revelation of that name. Revelation of that name. ആ പേരിന്റെ വെളിപ്പെടുത്തലിലൂടെ ക്രിസ്തുവിന്റെ പരമാധികാരം, സകലവും അവന് കീഴായിരിക്കുന്നു, സകലത്തിനും അവൻ മീതെ തലയാകുന്നു. നാം എഫേസ്യർ 1:20 മുതലുള്ള വാക്യങ്ങളിൽ ഇന്നലെ കണ്ടു. സകലത്തിനും മീതെ യേശുവിനെ തലയാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ കർത്തൃത്വമോ അധികാരമോ വാഴ്ചകളോ നാമങ്ങളോ എല്ലാം യേശുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. കാരണം യേശുക്രിസ്തു യുദ്ധം ജയിച്ചു. യേശുക്രിസ്തു കേസ് ജയിച്ചു. സ്തോത്രം. എങ്ങനെ? കാൽവറിയിലെ മരണത്താൽ. സ്തോത്രം. കാൽവറിയിലെ മരണത്താൽ. അതിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, പിതാവായ ദൈവത്തിന്റെ നീതിയെ യേശു തന്റെ ക്രൂശ് മരണം കൊണ്ട് തൃപ്തിപ്പെടുത്തി. 2, ക്രിസ്തു തന്റെ മരണത്താൽ ശത്രുവിനെ നിരായുധീകരിച്ചു. സ്തോത്രം. Jesus wrought the victory on the cross. How? In 2 ways. 1, by satisfying the justice of God, by satisfying the holiness of God, or the righteous and holy demands of God. A second, by defeating the enemy, by disarming the enemy, by making fun of the devil. സ്തോത്രം.
നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നാം മനുഷ്യരുൾപ്പെടെ സകലവും സാത്താന്റെ അധീനതയിലേക്ക് എങ്ങനെയാണ് പോയതെന്ന്. നമ്മൾ പോയതാണോ? സാത്താൻ നമ്മളെ അവന്റെ കീഴിലാക്കിയതാണോ? ദൈവം നമ്മളെ അവന്റെ കീഴിലേക്ക് കൊടുത്തതാണോ? അവന്റെ കീഴിലാക്കി. ഉപായത്താൽ ഔവായെ ചതിച്ചതുപോലെ. അതെ, ഉപായത്താൽ സാത്താൻ ഹൗവയെ ചതിച്ചു. അപ്പോൾ ഈ മൂന്നിൽ ഇത് മൂന്നും ശരിയാ. നമ്മൾ പറയത്തില്ലേ ഈ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഉത്തരവുകളുണ്ടോ? നമ്മൾ കൊടുത്തതാ, അല്ലാതെ ഒക്കത്തില്ലല്ലോ. സ്തോത്രം. ഇത് മൂന്ന് ശരിയാ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, ഏറ്റവും ശരി ഉത്തരം. നമ്മൾ പോയത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. റോമൻസ് 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഇറങ്ങി ഈറ്റുനോവോട് അടുത്തിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇനിയും പറഞ്ഞാട്ടെ, വേറെ ആരും പറഞ്ഞില്ലെങ്കിലും വായിച്ച രാജീവ് ബ്രദർ പറയും. കീഴ്പ്പെട്ടു നമ്മള്. അങ്ങനെയാണോ വായിച്ചത്? മനഃപൂർവമായിട്ടല്ല. ആ, മനഃപൂർവമായിട്ടല്ല, പിന്നെ കീഴാക്കി കൊടുത്തു. കീഴാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിന് കീഴിലായി പോയത്, നാശത്തിന് വിധേയപ്പെട്ടു പോയത് എങ്ങനെയാണ്? മനുഷ്യൻ പാപം ചെയ്തു, പിശാച് മനുഷ്യനെ വഞ്ചിച്ചു എന്നുള്ളതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ വഞ്ചിച്ച പിശാചിന്റെ അടിമത്വത്തിലേക്ക് സൃഷ്ടിയെ ആക്കി കൊടുക്കുകയായിരുന്നു. മനഃപൂർവമല്ല, കീഴാക്കി കൊടുത്തവൻ. എന്തുകൊണ്ടാ? അതിന് കാരണം എന്താ? ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ നീതിയും. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാം. മനുഷ്യൻ പാപം ചെയ്തു, ശരി തന്നെ. സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചു, അതും ശരി തന്നെ. അങ്ങനെ സാത്താൻ തൻ്റെ അധികാരം ഉപയോഗിച്ച്, തൻ്റെ ശക്തി ഉപയോഗിച്ച് പ്രപഞ്ചത്തെ തൻ്റെ കീഴിലാക്കുകയായിരുന്നുവോ, അതോ മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ സാത്താന് കീഴ്പ്പെട്ടിരുന്നോളാം, നാശത്തിന്, മായയ്ക്ക്, ദ്രവത്വത്തിന് വിധേയപ്പെട്ടിരുന്നോളാം എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുകയായിരുന്നുവോ, അതോ പാപം ചെയ്ത മനുഷ്യനെ, അത് നിമിത്തം അവന്റെ കൈക്കീഴിൽ ദൈവം കൊടുത്തിരുന്ന സൃഷ്ടിയെ, അവനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച, അവൻ അനുസരിച്ച പിശാചിനും
ദ്രവത്വത്തിനും കീഴ്പ്പെടുത്തി കൊടുക്കുകയായിരുന്നുവോ? രണ്ടാമത്തെ അച്ചുരുടെ ലോജിക്ക് ബൈബിൾ എന്താ പറയുന്നത്? ലോജിക്ക് അവിടെ നിൽക്കട്ടെ. കീഴ്പ്പെടുത്തി കൊടുക്കുക. കീഴ്പ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അത് നമ്മളിപ്പോ വായിച്ചത് റോമാലേഖനത്തിൽ നിന്ന്. എന്തുകൊണ്ടാ ദൈവം അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തത്? അതിന് കാരണം Because of His holiness. Because of God's holiness and His righteousness. ദൈവം വിശുദ്ധനും അല്ലെങ്കിൽ പരിശുദ്ധനും നീതിമാനും ആയതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധവും നീതിയുക്തവുമായ വിധി മനുഷ്യന് പ്രതികൂലമായി മാറി, സൃഷ്ടികൾക്ക് പ്രതികൂലമായി മാറി. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, പാപത്തിന്റെ ശമ്പളം മരണം എന്ന ദൈവത്തിന്റെ നീതിയുള്ള വിധി ആ വിധി ദൈവം നടപ്പാക്കി. ആ നീതി ഈ വിധിയെ റിവേർട്ട് ചെയ്യാൻ, ഈ വിധിയെ, ദൈവത്തിന്റെ നീതിയുള്ള ഈ വിധി നിമിത്തം പിശാചിനും വിനാശത്തിനും ദ്രവത്വത്തിനും അടിമയായി പോയ മനുഷ്യനെ റിവേർട്ട് ചെയ്യാൻ, വീണ്ടെടുക്കാൻ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താ ആവശ്യം ഉന്നയിക്കുന്നത്? പ്രായശ്ചിത്ത മരണം. പാപത്തിന്റെ ശിക്ഷ ഒരുവൻ ഏറ്റെടുക്കണം, പ്രായശ്ചിത്തമായി ജീവൻ നൽകണം. ആരാണത് നിവർത്തിച്ചത്? കർത്താവായ യേശു. പ്രായശ്ചിത്ത മരണം ആർക്കും വരിക്കാൻ ഒക്കത്തില്ല, അതിന് യോഗ്യത വേണം. ആ യോഗ്യത ഉണ്ടായിരുന്ന ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തും അളവിൽ പ്രായശ്ചിത്തം വരിച്ച ഒരാളെ ഉള്ളൂ, അത് ക്രിസ്തുവാ. ഇനി വേണോ വിശദീകരണം? മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിച്ചാട്ടെ, കുഴപ്പമില്ല. അത് തന്നെയല്ലേ പല പാവമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാവമായി തീർന്നു പറയുന്നത്, അത് തന്നെയല്ലയോ? ആണോ? അതിലൂടെ സംഭവിച്ച ഒരു തത്വമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജീസസ് മെറ്റ് the righteous demands of the Father and he satisfied his justice. ദൈവത്തിന്റെ നീതി, ഒരു മിനിറ്റ് സിസ്റ്ററെ, ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി എന്തോ ആവശ്യപ്പെടുന്നു. ആ നീതിയെ തൃപ്തിപ്പെടുത്താതെ മനുഷ്യന് വീണ്ടെടുപ്പില്ല. നീതി ആരുടെയും മുഖം നോക്കുന്നില്ല. നീതിക്ക് നിയമമാണ് വലുത്. നീതിക്ക് മുഖമല്ല, നീതിക്ക് നിയമമാണ് വലുത്. ദൈവത്തിന്റെ നീതിയുള്ള നിയമം പാപം ചെയ്ത മനുഷ്യന് അനുകൂലമോ പ്രതികൂലമോ? കൂടെ നിങ്ങളും കൂടെ ഒന്ന് പറയണേ. അതെ അതെ അതെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്.
നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ നീതിയുള്ള വിശുദ്ധമായ നിയമങ്ങൾ, ചട്ടങ്ങൾ പാപം ചെയ്ത മനുഷ്യന് എതിരായിരുന്നു. ആ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ദൈവം നമ്മെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മനുഷ്യൻ ആരെ മനഃപൂർവം അനുസരിച്ചുവോ അവന്റെ കാര്യാദികൾക്ക് ദൈവം നമ്മെ അടിമകളാക്കി. എന്നേക്കുമായി തള്ളിക്കളഞ്ഞോ? ഇല്ല. കാരണം ദൈവം പരിശുദ്ധനും നീതിമാനും മാത്രമല്ല, സ്നേഹവും സ്നേഹവാനും കൂടെയാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ നീതിയിലും വിശുദ്ധിയിലും പാപം ചെയ്ത മനുഷ്യനെ തൻ്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശത്രുവിന് അടിമയാക്കി കൊടുത്തെങ്കിലും തൻ്റെ സ്നേഹത്തിൽ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതിയും ഒരുക്കി. പ്രയാസമില്ലല്ലോ മനസ്സിലാക്കാൻ. അങ്ങനെ യേശുക്രിസ്തു, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്, cross of Christ is the very junction where the righteousness of God against sin and the love of God for the sinner met together. ഓർമ്മ കാണും നിങ്ങൾക്ക്, ആവർത്തനമാണെന്ന് എനിക്കറിയാം. കാൽവരി ക്രൂശ് എന്ന് പറയുന്നത് എന്താണ്? പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ നീതിയും പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ സന്ധിച്ച സംഗമസ്ഥാനമാണ്. സ്തോത്രം. കൂടെ ഉണ്ടോ എല്ലാവരും? സ്തോത്രം. Praise God. അപ്പൊ കാൽവരി ഇത് രണ്ടും സന്ധിച്ചിട്ടുണ്ട്. പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹം നിമിത്തം ദൈവം തന്റെ പുത്രനെ പ്രായശ്ചിത്തയാഗമാക്കി. ദൈവത്തിന്റെ നീതി നിമിത്തം മനുഷ്യൻ മരിക്കണമെന്ന ദൈവത്തിന്റെ വിധി നടപ്പാക്കി. അത് പാപമില്ലാത്ത ദൈവപുത്രൻ തൻ്റെ മേൽ ഏറ്റെടുത്തപ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ നീതിയുള്ള വിധി തൃപ്തി അടഞ്ഞു. യേശുവിന്റെ ക്രൂശിലെ വിജയത്തിന്റെ രണ്ട് മുഖങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമുക്കെതിരായിട്ടുള്ള ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ യേശു ക്രൂശിലെ പാപരഹിതമായ രക്തച്ചൊരിച്ചില് കൊണ്ട് തൃപ്തി അടയിപ്പിച്ചു. ഒപ്പം നമ്മെ അടിമപ്പെടുത്തിയിരുന്ന സാത്താന്യ ശക്തികളെ ആയുധവർഗം വയ്പ്പിച്ച് അവയെ പരസ്യമായ കാഴ്ചയാക്കി അവയുടെ മേൽ ജയം കൊണ്ടാടി. ഇപ്പൊ മനസ്സിലായോ കാര്യം? ഇനിയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായവർക്ക് ഒരല്പം ആവർത്തനം തോന്നുന്നേ ഉള്ളൂ, നിങ്ങൾ സഹിക്കുക. ബിന്ദു സിസ്റ്റർ എന്താ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ?
അത് ആ 3 ചോദ്യം എന്താന്ന് വെച്ചാ മനസ്സിലായി പക്ഷേ ഓക്കെ. പക്ഷെ ചോദ്യം എഴുതിയില്ലായിരുന്നു ഏതാണ്. ഓ ശരി. ഇപ്പം കിട്ടിയോ ചോദ്യം? അതോ പറയണോ? പറയൂ പക്ഷേ 3 ചോദ്യം ഞാൻ ചോദിച്ചത്, നാം മനുഷ്യനല്ലെങ്കിൽ സകല സൃഷ്ടിയും ദ്രവത്വത്തിനും പിശാചിനും അടിമകളായതെങ്ങനെ? ഒന്ന്, നമ്മൾ തന്നെ അടിമകളായതാണോ, അതോ ദ്രവത്വവും പിശാചും നമ്മളെ അടിമകൾ ആക്കിയതാണോ? 3, ദൈവം നമ്മളെ അവയ്ക്ക് അടിമകളാക്കി കൊടുത്തതാണോ? നമ്മളായതാണോ? സാത്താൻ നമ്മളെ അടിമപ്പെടുത്തിയതാണോ? അതോ ദൈവം അടിമത്വത്തിലേക്ക് നമ്മളെ വിറ്റ് കളഞ്ഞതാണോ എന്നതായിരുന്നു 3 ചോദ്യങ്ങൾ. കിട്ടിയല്ലോ? എഴുതി. ഓക്കെ. ഇപ്പം മനസ്സിലായി എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ സ്ഥിരീകരണത്തിനായി 2 വാക്യങ്ങൾ കൂടെ വായിച്ചോളൂ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ, ഒട്ടുമിക്ക പേർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാലും കൊലോസ്യർ 2:12. Having been buried with him in baptism and raised with him through your faith in the power of God who raised him from the dead. Next verse, please. When you were dead in your sins and in the uncircumcision of your sinful nature, God made you alive with Christ. He forgave us all our sins, having cancelled the written code with its regulations that was against us and that stood opposed to us. He took it away, nailing it to the cross. Yeah, especially verse number 14. നമുക്ക് having cancelled and blotted out and wiped away the handwriting of the note. ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത്, ചട്ടം, നിയമങ്ങളാൽ. ആരുണ്ടാക്കിയ നിയമം? ദൈവം ഉണ്ടാക്കിയ നിയമം. ദൈവത്തിന്റെ നീതി ആവശ്യപ്പെട്ട നിയമം നമുക്കെതിരായിരുന്നു. അങ്ങനെ ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്ന കൈയെഴുത്തിനെ യേശുക്രിസ്തു എന്ത് ചെയ്തു? നീക്കി. The handwriting of the note with its legal decrees and demands, which was in force and stood against us. This note with its regulations, decrees and demands, he set aside and cleared completely out of our way by nailing it to his cross. ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള വിധിയാണ് നമ്മളെ ഇവയ്ക്കെല്ലാം അടിമകളാക്കി തീർത്തത്, അടിമകളാക്കി കൊടുത്തിരുന്നത്. സ്തോത്രം. നമ്മെ ദൈവം ആ നിലകളിൽ, സ്തോത്രം, ആക്കി തീർത്തു. സ്തോത്രം. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലും ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞു വരുന്നത്. സ്തോത്രം. നമ്മെ മുഴുവനും ആ ഒരു അനുസരണക്കേടിനകത്ത് അടച്ചു കളഞ്ഞു. സ്തോത്രം. അങ്ങനെ
ദൈവത്തിന്റെ നീതിയുള്ള വിധി നമ്മെ മുഴുവനും പാപത്തിന്റെ കീഴിൽ അടച്ചു. അത് നിമിത്തം നാം ശിക്ഷാർഹരായി പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവത്തിന്റെ നീതിയുള്ള ആ വിധിയെ തൃപ്തിപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? നോ കോംപ്രമൈസ്. അനുരഞ്ജന ഇല്ല. അനുരഞ്ജനം കൂടാതെ പിന്നെ എന്തു മാത്രമേ പറ്റൂ? ഫുൾഫിൽമെന്റേ പറ്റൂ. അനുരഞ്ജനം, നോ കോംപ്രമൈസ് ബട്ട് ഫുൾഫിൽമെന്റ് ഓർ സാറ്റിസ്ഫൈങ് ദ ഡിമാൻഡ്സ്. അത്രേ പറ്റുള്ളൂ. യേശു അത് നടത്തി ക്രൂശിൽ. വേറെ ആർക്കും ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ തൃപ്തിപ്പെടുത്താൻ, പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. വ്യക്തമാണല്ലോ? പ്രസംഗകരൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. യെസോ നോയോ എന്ന് പറ. നോ ഉള്ളവരും മിണ്ടാതിരിക്കല്ലേ. സ്തോത്രം. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് ജയിച്ചത്? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ സർവാധിപത്യത്തെയും പരമാധികാരത്തെയും കുറിക്കുന്ന കാര്യമാണ് എന്ന വിഷയമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. സ്തോത്രം. അത് വിശദമാക്കാൻ എത്രയും പറഞ്ഞത്. നമ്മളെ വിഷയം വിട്ടുപോയിട്ടില്ല കേട്ടോ. വിഷയത്തിനകത്ത് നിൽക്കുന്നേ മനസ്സിലാവുന്നുണ്ടല്ലോ. എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതിനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. സ്തോത്രം. എങ്ങനെയാണ് ക്രിസ്തു ഈ പരമാധികാരം, സർവാധിപത്യം പ്രാപിച്ചത്? രണ്ട് തലങ്ങളിൽ, രണ്ട് രീതികളിൽ. ഒന്ന്, നീതിമാനായ ദൈവത്തിന്റെ, പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ നിവർത്തിച്ചു, തൃപ്തിപ്പെടുത്തി. അതാണ് നാം 14-ാം വാക്യത്തിലും വായിച്ചത്, കൊലോസ്യർ 2-ന്റെ. 2, എങ്ങനെയാണ് യേശു ഈ ജയം പ്രാപിച്ചത്? വേഴ്സ് നമ്പർ 15, 15-ാമത്തെ വാക്യം. And having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. ക്രൂശിൽ സംഭവിച്ച രണ്ടാമത്തെ കാര്യമാണ്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. എന്തൊക്കെയാ? He disarmed the enemy. On the cross, he made the enemy a public mockery spectacle. Third, triumphed over, became triumphant over. എന്തൊക്കെ ചെയ്തു? ശത്രുവിനെ ആയുധം വയ്പ്പിച്ചു, അവനെ നിരായുധീകരിച്ചു. 2, ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി, നാണം കെടുത്തി, പരിഹസിച്ചു. 3, ജയോത്സവം കൊണ്ടാടി. ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അവന്റെ മുഴുവൻ ആയുധങ്ങളും വയ്പ്പിച്ച്, അവനെ വസ്ത്രം മുഴുവനും അഴിച്ച്, അവന്റെ സ്ഥാനവസ്ത്രങ്ങൾ മുഴുവനും അഴിച്ച് അവനെ നഗ്നനാക്കി, അവന്റെ മേൽ ജയത്തിന്റെ കൊടിയെ പറപ്പിച്ചു. ഈ 14-ാമത്തെയും 15-ാമത്തെയും വാക്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്, വിശദീകരിച്ചത്. ഇങ്ങനെയാണ് യേശു
പരമാധികാരം, സർവാധിപത്യം പ്രാപിച്ചത്. വ്യക്തമായോ? Yes, it's clear. സ്തോത്രം. ക്ലിയർ നോ? അപ്പോൾ യേശു ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്നതിൻ്റെ അർത്ഥമാണ് ഇതുവരെ പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. മുമ്പോട്ട് പോകാമല്ലോ. വിശദീകരണം ഇനി ഒന്നിനും വേണ്ടല്ലോ ഈ ഭാഗത്ത്. Please go ahead. ഓക്കെ, എങ്കിൽ നമുക്ക് തിരികെ വെളിപ്പാട് 3 വരാം. സ്തോത്രം. യേശുവിനെ പറ്റിയുള്ള 4 പരാമർശങ്ങൾ നമ്മൾ കണ്ടു. 5ാമത്തെ കാര്യം വിശദമാക്കേണ്ടതല്ല, എങ്കിലും പറഞ്ഞു വിടുന്നു. 8ാമത്തെ വാക്യം, വെളിപ്പാട് 3:8, 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പം ഈ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. 8ന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചതാണ്, നമ്മളെ മുറ്റുമായി അറിയുന്ന കർത്താവ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് വിശദീകരണം ഇവിടെ ചെയ്യുന്നില്ല. സ്തോത്രം. നമ്മളെ മുറ്റുമായി അറിയുന്ന കർത്താവ്. ഒരു ചോദ്യം വന്നിരിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അവർ ഡോർ. Has that any significance here about opening and closing? യോഹന്നാൻ 10ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, I am the door of the sheepfold. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. I am the door. ഞാൻ വാതിലാകുന്നു. അപ്പോൾ ഞാൻ വാതിൽ എന്നുള്ള ആ ഭാഗത്തിന് തുറക്കുന്നവനും അടയ്ക്കുന്നവനും എന്ന ഇവിടുത്തെ 7ാമത്തെ വാക്യത്തിലെ പരാമർശവുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാതിൽ, യേശു വാതിലാണ്, തുറക്കുന്നവനും അടയ്ക്കുന്നവനും എന്നതിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ വാതിൽ എന്ന് പറഞ്ഞത് ക്രിസ്തുവിലൂടെ മാത്രമേ പിതാവിങ്കിലേക്ക് പ്രവേശനമുള്ളൂ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവയ്ക്ക് തമ്മിൽ നേരിട്ട് ബന്ധമില്ല. നോ ദാറ്റ് സിഗ്നിഫിക്കൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള 5ാമത്തെ പരാമർശം, പരിചയപ്പെടുത്തൽ, നമ്മെക്കുറിച്ചെല്ലാം അറിയുന്നവൻ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും മാത്രം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു. സ്തോത്രം. പത്താമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ കണ്ടു 6ാമത്തെ പരാമർശം, 3:10. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇവിടെ നാം കാണുന്നത്
പ്രത്യേകിച്ച് മഹാപീഡന കാലത്ത് അതിൽ അകപ്പെടാതെ സഭയെ കാത്തുകൊള്ളുന്നവൻ, സഭയുടെ സംരക്ഷകൻ, സഭയുടെ പരിപാലകൻ, സ്തോത്രം, ദ പ്രൊട്ടക്ടർ ഓഫ് ദ ചർച്ച്, ദ സെക്യൂരിറ്റി ഓഫ് ദ ചർച്ച്. Christ presenting himself here as the one who has the authority to keep the church from falling into the hands of the enemy. Here, enemy in the sense the Antichrist. ഭൂതലത്തിലുള്ള സകലരെയും പരീക്ഷിക്കുന്ന പരീക്ഷാകാലം ഭൂതലത്തിലെങ്ങും ഒരുപോലെ ഉണ്ടാവുന്ന ഒരു പരീക്ഷാകാലം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെയും അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ലോകത്ത് ക്രൈസ്തവർക്കെതിരെ പീഡകൾ നടക്കുന്ന ഏതാണ്ട് 60ഓളം രാജ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 150ഓളം രാജ്യങ്ങളിൽ പീഡകളൊന്നുമില്ല. ഒന്നാം നൂറ്റാണ്ടിലും ക്രൈസ്തവ പീഡനം നടന്ന സമയത്ത് ലോകമെമ്പാടും അങ്ങനെയായിരുന്നില്ല. ചില സ്ഥലത്ത് പീഡ ഉണ്ടായിരുന്നെങ്കിൽ ചിലയിടത്ത് പീഡകൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഭൂതലത്തിൽ എങ്ങും സംഭവിപ്പാനിരിക്കുന്ന പീഡനകാലം, പരീക്ഷാകാലം. അതുകൊണ്ടാണ് ഭൂതലത്തിൽ എങ്ങും സംഭവിപ്പാനിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അത് യൂണിവേഴ്സൽ, ആഗോള വ്യാപകമായി നടക്കുന്ന മഹാപീഡനകാലം, എതിർക്രിസ്തുവിന്റെ ഭരണകാലമാണത് എന്ന് വേദപഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. So far, there was no universal persecution for the church. There were persecutions, of course, but not a universal one. In some place or other, they were safe, they were well treated. And also, even if there were oppositions or persecutions, it was only against the Christians. But this is not only for the Christians, but it is a universal problem. Every human race would go through that persecution or that temptation or test. And that's why the students of the Bible understand it as the reign of Antichrist, or the tribulation or the great tribulation time. So here Christ is pictured as the one who saves, who delivers his people from the hands of this universal enemy. ലോകം മുഴുവനും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി മേലിൽ ഉണ്ടാകാത്തതുമായ, ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ ഒരു പീഡനകാലം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. മത്തായി 24-ലും ലൂക്കോസ് 21-ലുമൊക്കെ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത് പോലെ. സ്തോത്രം. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി മേലിൽ ഉണ്ടാകാത്തതുമായ ഒരു പീഡനകാലമായിരിക്കും
എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് ലോകവ്യാപകമായിട്ടുണ്ടാകുന്ന പീഡനം. അത് ഒരു സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ക്രൈസ്തവർക്ക് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനു മാത്രമോ ഉണ്ടാകുന്നതുമല്ല. സകല ലോകത്തിലും സകല മനുഷ്യർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു പീഡനകാലം. അതിതുവരെ സംഭവിച്ചിട്ടില്ല. അന്ന് കർത്താവ് സഭയെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പീഡനകാലത്ത് അല്ല, പീഡനകാലത്തിൽ നിന്നും എന്നാണ് അതിന്റെ അർത്ഥം. Not in that particular time, but from that particular time. So Christ is the deliverer. ഇവിടെ ഈ 10ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തു വിടുവിക്കുന്നവനാണ്. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനെന്ന് തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ. വരുവാനുള്ള ക്രോധത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വൺ ഹൂ delivers us from the coming wrath of God. സ്തോത്രം. വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ. സ്തോത്രം. So here Christ is the deliverer. എവിടെ നിന്നും വിടുവിക്കുന്നു? ഒന്ന്, ഭൂലോകത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷയിൽ നിന്ന്, അന്നത്തെ ലോക ഭരണാധിപനായിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വശത്ത് നിന്ന്. രണ്ട്, ഫ്രം ദ wrath of God. അനുസരണം കെട്ടവരുടെ മേൽ, സുവിശേഷം വിശ്വസിക്കാത്തവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ, ദൈവസഭയെ വിടുവിക്കുന്നവൻ. സ്തോത്രം. മനസ്സിലായല്ലോ? ആറാമത്തെ കാര്യം അതാണ്, ക്രിസ്തു തന്നെ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. നാം ഒരു ചോദ്യം, മഹോദ്രവവും ദൈവത്തിന്റെ ക്രോധവും രണ്ടും കൂടെ ഒന്നിച്ചാണ് വരുന്നത്. സത്യത്തിൽ എന്താണ് മഹോപദ്രവം? ദൈവക്രോധം അനുസരണം കെട്ടവരുടെ മേലും എതിർ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മേലും ഒഴിക്കപ്പെടുന്നതാണ്. ഇപ്പൊ മഹാപീഡനത്തിൽ രണ്ട് ക്രോധങ്ങളുണ്ട് സത്യത്തിൽ. അപ്പോഴേക്കും സഭ എടുത്തുകൊള്ളപ്പെടുമല്ലോ. അതെ, അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിൽ നിങ്ങളെ കാത്തുകൊള്ളുമെന്ന്. മഹാപീഡനത്തിന്റെ സമയത്ത് രണ്ട് ക്രോധങ്ങളാണ് പകരപ്പെടുന്നത്. ഒന്ന്, സുവിശേഷം അനുസരിക്കാത്തവരുടെ മേൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചുകൊള്ളാത്തവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ക്രോധമുണ്ട്. സ്തോത്രം. രണ്ട്, എതിർ ക്രിസ്തു സാത്താനാൽ നിവേശിക്കപ്പെട്ടവനായി, സാത്താൻ അകത്ത് കടന്നവനായി എന്ത് ചെയ്യണമെന്ന് ഒരു
തിരിച്ചറിവും കൂടാതെ ക്രോധത്തോടെ മനുഷ്യരോട് ഇടപെടുന്ന എതിർ ക്രിസ്തുവിന്റെയും പിശാചിന്റെയും ക്രോധം, ഈ രണ്ട് ക്രോധങ്ങൾക്കിടയിലും കൂടെ കിടന്ന് നട്ടം തിരിയുന്ന അനുഭവങ്ങളാണ് മഹാപീഡന കാലത്തെ ജനത്തിനുള്ളത്. മനസ്സിലാക്കണമല്ലോ. 6-ാം അധ്യായം തൊട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്കെത്താം. സ്തോത്രം. ഇപ്പൊ മഹാപീഡന കാലത്ത് ഈ രണ്ട് വിധമായ ക്രോധങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് വിധമായ പീഡനങ്ങളുമുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഇത് രണ്ടടി കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദൈവം തൻ്റെ ക്രോധം പകരുന്നത് എതിർ ക്രിസ്തുവിന്റെ മേലും അവന്റെ ഭരണത്തിന്മേലുമാണ്. അവന്റെ മേൽ ആ ക്രോധവും മറ്റും പകരപ്പെടും തോറും അവൻ എവിടെ കൊണ്ട കോപം തീർക്കുന്നേ? ഓഫീസിൽ ബോസ് വഴക്ക് പറഞ്ഞതിന് നമ്മുടെ അച്ചായൻ ഇറങ്ങി വന്ന് എവിടെ കോപം തീർക്കുന്നേ? വീട്ടിലല്ലേ? ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോട് എന്ന് പറഞ്ഞതുപോലെയാ സാത്താൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഈ വിധമായ പീഡകളൊക്കെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധത്തിൽ അനുഭവിക്കുമ്പോൾ അത് ദൈവത്തിന്റെ മേൽ തീർക്കാൻ ഒക്കത്തില്ല. വെളിപ്പാട് പുസ്തകം നാം അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് പോകുന്നില്ല എങ്കിലും 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, റെവലേഷൻ 12:12. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. പിശാച് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെടുന്ന, പരാജയപ്പെട്ട് വീഴുന്ന ഒരനുഭവമാണ്. അവൻ പിന്നെ ഭൂമിയിൽ തന്നെ പരിമിതപ്പെടും. സ്വർഗത്തിൽ നിന്നൊക്കെ തള്ളപ്പെട്ടതിൻ്റെ കോപവുമായിട്ട് അവൻ ഇറങ്ങി വന്നിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, ഭൂമിയും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കാര്യം എന്താ? പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ രണ്ടുവിധ ക്രോധങ്ങൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമരുന്ന അനുഭവമായിരിക്കും അന്നത്തെ മനുഷ്യർക്കുണ്ടാകുന്നത്. എന്നാൽ അതിൽ അകപ്പെടാതെ സഭയെ സംരക്ഷിക്കും എന്നാണ് കർത്താവിന്റെ വാഗ്ദത്തം. അതാണ് നാം വെളിപ്പാട് 3:10 കണ്ടത്. തെസലോനിക്കരിലെ വാക്യം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് 1 Thessalonians 1:10, 1 തെസലോനിക്കർ 1:10. അവർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പിനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മതി. വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശു. ഇപ്പൊ കർത്താവിൻ എന്തിനാണ് വരുന്നത്? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ ഒരു ലക്ഷ്യമാണ് ടു ഡെലിവർ us ഫ്രം ദ കമ്മിങ് wrath. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. അതേ കാര്യം തന്നെയാണ് 1 തെസലോനിക്കർ 5-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് കർത്താവ്
നമ്മെ വരാനുള്ള ക്രോധത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ എന്നാണ്. വ്യക്തമായല്ലോ? ആരോ എന്ത് ചോദിക്കാൻ മുമ്പേ ഒരുങ്ങിയതുപോലെ എനിക്ക് തോന്നി. കുരിശില് ഒരു ദൈവക്രോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ രണ്ട് ക്രോധം ഉണ്ടായിരുന്നു? എന്തോ ഒന്നുകൂടെ പറയണേ സുനിൽ ബ്രദറെ. കുരിശിൽ ദൈവക്രോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് ക്രോധം ഉണ്ടായിരുന്നോ? കുരിശിലോ? അതെ, കുരിശിൽ. ഇല്ല, കുരിശിൽ ദൈവക്രോധം, പാപത്തോടുള്ള ദൈവത്തിന്റെ നീതിയും പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധവും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സാത്താന്റെ ക്രോധവും ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യരിലൂടെ അനുഭവിച്ചത്. അതെ, ദൈവക്രോധത്തിന്റെ ബാഹ്യ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആവിഷ്കാരങ്ങൾ മാത്രമായിരുന്നു അത്. അത് മനുഷ്യരിലൂടെയാണ് വെളിപ്പെട്ടത്. ദൈവം അതിനുവേണ്ടി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രം. പിന്നെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നരകത്തിന്റെ മുഴുവൻ കോപവും കൂടെ യേശുവിങ്കിലേക്ക് വന്നു എന്ന്. കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടത് പാപത്തോടുള്ള ദൈവത്തിന്റെ നീതിയും തന്റെ നീതിയിലുള്ള ക്രോധവുമായിരുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടുന്നതാണ് സാത്താന്റെ കോപം. ഒരു ഭാഗത്തുണ്ട്, അവൻ ഇപ്പോൾ നമ്മൾ വെളിപ്പാടിൽ വായിച്ചതുപോലെ അല്പകാലമേ ഉള്ളുവെന്നും പരാജയപ്പെട്ടുവെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആ ഫ്രസ്ട്രേഷനിൽ, ഒന്നാമത് അവൻ ദുഷ്ടനാ, അതിൻ്റെ കൂടെ ഈ ഒരു വിഭ്രാന്തിയും കൂടെ കയറിയ പിന്നെ പറയുകയും വേണ്ടല്ലോ. ആ നിലയിൽ മനുഷ്യനെ അവന് പീഡിപ്പിക്കും. മറുഭാഗത്ത് ദൈവവും മനുഷ്യന് തുണ നിൽക്കുന്നില്ല. കാരണം സുവിശേഷം അവരുടെ രക്ഷയ്ക്ക് വേണ്ടത് അറിയിച്ചിട്ട് അവർ മനഃപൂർവം അത് തള്ളിക്കളഞ്ഞു, ബോധപൂർവം അതിനെ സ്വീകരിച്ചില്ല. ആ ചിത്രമല്ല ക്രൂശിലുള്ളത്. ക്രൂശിൽ ദൈവം തൻ്റെ പുത്രനെ പാപം നിമിത്തം ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഉപേക്ഷിച്ചു എന്നതിനേക്കാൾ ഏൽപ്പിച്ചു കൊടുക്കുകയും തൻ്റെ ജഡത്തിൽ പാപത്തിന്റെ ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നേ ഉള്ളൂ. പ്രസംഗകരുടെ ഭാഷ ഒത്തിരിയുണ്ട്, പക്ഷെങ്കിൽ വേദപുസ്തകത്തിന്റെ ശൈലിയിൽ ഇതാണ്. മനുഷ്യന്റെ പാപത്തിനെതിരായ ദൈവനീതിയുടെയും ക്രോധത്തിന്റെയും വെളിപ്പാടാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. പക്ഷെ അന്നേരം നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ പീഡയെല്ലാം അനുഭവിച്ചു തീർത്തിട്ടാണോ പോകുന്നത്? ഇവിടെ വെച്ചുള്ള പീഡ ശരീരത്തിലേ ഉള്ളൂ. ഓ, അതും 7 വർഷം എന്ന ഒരു പരിമിത കാലഘട്ടം മാത്രമേ ഉള്ളൂ. നരകത്തിലെ പീഡയ്ക്ക് പിന്നെയും ഒരു സഹസ്രാബ്ദം കാത്തിരിക്കണം. അവിടെ ഉണ്ടാകുന്ന പീഡ നിത്യമാണ്. അതിന്റെ ഒരു ട്രയൽ മാത്രമേ ഇവിടെയുള്ളൂ. അല്ല പാസ്റ്ററെ, അന്നും ഈ കഷ്ടങ്ങൾ കൂടെ രക്ഷപ്പെടുന്നവരില്ലയോ സഭ എവിടെ ഇല്ലെങ്കിലും? രക്ഷിക്കപ്പെടുന്നവർ അതോ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ്? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. വെളിപ്പാട് 7-ാമത്തെ അധ്യായത്തിന്റെ 144,000 എന്ന് പറയുന്നത് ഇല്ല, അങ്ങോട്ട് നമുക്ക് പിന്നീട് വരാം. വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 9 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത് യഹൂദന്മാരല്ലാത്തവരിൽ നിന്ന് എണ്ണമറ്റ സമൂഹം വരുന്നതായിട്ടാണ്.
അപ്പം അതുകൊണ്ട് ആ സമയത്ത് യഹൂദന്മാർ മാത്രമല്ല ജാതികളും ഉണ്ട് രക്ഷിക്കപ്പെടുന്നവർ. സഭയുടെ പദവിയൊന്നുമില്ല. അവരെ വിളിക്കുന്നത് മഹാപീഡന കാലത്തെ വിശുദ്ധന്മാരെന്ന, ട്രിബുലേഷൻ സെയിൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അതിന്റെ വിശദീകരണം നമുക്ക് 7-ാം അധ്യായം തൊട്ട് ചിന്തിക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കണം. അതെ അതെ. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിന്റെ 6ാമത്തെ വെളിപ്പാടാണ് ഫിലദൽഫിയുള്ള ബന്ധത്തിൽ വരുവാനുള്ള ക്രോധത്തിൽ നിന്ന്, പരീക്ഷാ കാലഘട്ടത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ. അടുത്തത് 11-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു. വെളിപ്പാട് 3:11 തുടക്കത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ വേഗം വരുന്നു. യേശുക്രിസ്തു ഫിലദൽഫിയ സഭയ്ക്ക് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഏഴാമത്തെ ആണല്ലോ അല്ലെ, ഏഴാമത്തെ വെളിപ്പാടാണ് വേഗം വരുന്നവൻ, വൺ ഹു കംസ് ക്വിക്ലി. ഞാൻ വേഗം വരുന്നു. സ്തോത്രം. അത് തന്നെ നമുക്ക് ആഴ്ചകളോളം പഠിക്കാനുള്ളതായതുകൊണ്ട് ഇവിടെ ഞാനത് അധികം വിശദമാക്കുന്നില്ല. അത് നമുക്ക് അതായിട്ട് തന്നെ മറ്റൊരു ഭാഗം എടുക്കാം. അതായത് യേശു ഫിലദൽഫിയ സഭയോട് വേഗം വരുന്നു എന്ന്, അല്ലെങ്കിൽ വേഗം വരുന്നവൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ദിസ് ഈസ് ദ വെരി കംഫർട്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ഏത് പീഡനത്തിന്റെ നടുവിലും, ഏത് ഞെരുക്കത്തിന്റെയും ഞരക്കത്തിന്റെയും നടുവിലും ദൈവസഭയുടെ ആശ്വാസം, ദൈവസഭയുടെ ധൈര്യം, ദൈവസഭയുടെ പ്രത്യാശ മറ്റൊന്നല്ല, യേശുവിൻ്റെ വരവാണ്. സ്തോത്രം. യേശുവിൻ്റെ വരവ. ഇതിനേക്കാൾ വലിയ ഒരു പ്രത്യാശ നമുക്ക് തരുവാനായിട്ട് ദൈവത്തിന്റെ പക്കൽ പോലും ഇല്ല. സ്തോത്രം. എന്റെ കൂടെ നിങ്ങളുണ്ടല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ. കർത്താവ് വേഗം വരുന്നു എന്നതിനേക്കാൾ നമുക്ക് ഒരു ആശ്വാസത്തിന് വേറെ വകയില്ല. സ്തോത്രം. സത്യം ഇങ്ങനെ ആയിരിക്കെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെയും ആശ്വാസത്തെയും കാൾ കൂടുതൽ പ്രത്യാശയും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന കാര്യങ്ങളാണ് ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും. വളരെ പരിതാപകരമാണ്. പറഞ്ഞത് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. ദൈവജനത്തിന് ഏത് കാലത്തും ആശ്രയിപ്പാൻ, ആശ്വസിപ്പാൻ ഉള്ള വക കർത്താവ് വരുന്നു എന്നുള്ളത്. സ്തോത്രം. The most important or the utmost comfort of the people of God is this promise that Christ coming soon.
സ്തോത്രം. നമുക്ക് അതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ what is our utmost comfort? What is our utmost encouragement? What is our utmost hope? Our highest joy? Is it this promise of the coming of the Lord? എന്ത് കർത്താവിന്റെ വരവിൻ വാഗ്ദത്തമാണോ നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം? ആത്മാർത്ഥമായി പറഞ്ഞാൽ അതാണോ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കർത്താവിന്റെ വരവ് എന്നുള്ളതാണോ? പ്രൈസ് ഗാഡ്. ആണോ? എന്ത് പറയുന്നു? ആത്മാർത്ഥമായിട്ട്, വെറുതെ ഒന്നും പറയരുത്, സത്യസന്ധമായി. should be, but സ്തോത്രം. എബ്രഹാം ജോസഫ് പ്രശ്നങ്ങളുടെ ശബ്ദം ഇങ്ങ് എത്തിയില്ല, എന്തോ പറഞ്ഞു എന്ന് തിരിച്ചു. വന്നാൽ പിന്നെ ശരീരത്തെ ഒരു അസുഖമില്ലാതെ സുഖമായിട്ട് ജീവിക്കല്ലോ. കർത്താവ് വന്നാലോ? വന്നാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതല്ലേ ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, ഇന്ന് നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഇന്ന് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കർത്താവിന്റെ വരവ് എന്ന വിഷയത്തിലാണോ? സ്തോത്രം. അതിനിടയിൽ ലഭിക്കുന്ന സമ്പത്തിലും സന്തോഷിക്കുന്നു. തലമുഴങ്ങ സമ്പത്ത് ഉണ്ടെങ്കിൽ എന്തോ അതിനകത്ത് സന്തോഷിക്കാൻ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കർത്താവിന്റെ വരവായിരിക്കണം. സ്തോത്രം. അതിനി നമ്മൾ കഷ്ടതയിലാണെങ്കിലും കൊള്ളാം, പ്രത്യേകിച്ച് പറയത്തക്ക കഷ്ടതയും പ്രയാസവും ഒന്നും ഇല്ലെങ്കിലും കൊള്ളാം, സമ്പൽ സമൃദ്ധിയിലാണ് നമ്മൾ ഇപ്പോൾ വസിക്കുന്നതെങ്കിലും, ദാരിദ്ര്യത്തിലാണ് വസിക്കുന്നതെങ്കിലും, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ പ്രത്യാശ, ഏറ്റവും വലിയ ആശ്വാസം നമ്മുടെ കർത്താവിന്റെ വരവ് എന്നത് തന്നെ ആയിരിക്കണം. ഇവിടെ കുറ്റമൊന്നും പറയാനില്ലാത്ത ദൈവസഭയോട്, സ്തോത്രം, കുറ്റമൊന്നും പറയാനില്ലാത്ത ദൈവസഭയോട് പീഡനകാലം വരാൻ പോകുന്ന അല്പമേ ശക്തിയുള്ളൂ എന്ന് കർത്താവ് ഇവിടെ പറയുന്ന ദൈവസഭയോട് കർത്താവിന് ആശ്വാസകരമായി, ധൈര്യപരമായി പറയാനുള്ളത്, മോനെ, അല്ലെങ്കിൽ എൻ്റെ മണവാട്ടി, ഞാൻ വേഗം വരുന്നു. സ്തോത്രം. ഞാൻ വേഗം വരുന്നു. കട്ടിലിൽ കിടന്നുകൊണ്ട് കരയുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കരയുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ആരും കൊണ്ടുപോകാനില്ലാതെ സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് കരയുന്ന കുഞ്ഞ്, ഇതറിയുന്ന കുഞ്ഞിനോട് അമ്മയ്ക്ക് പറയാനുള്ളത്, പപ്പയ്ക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കടാ, ഫ്രിഡ്ജിനകത്ത് ഇന്നതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കൂ കുഞ്ഞെ, ഇതൊന്നുമല്ല. മോനെ, മമ്മി വരുവാടാ, പപ്പ വരുവാ കേട്ടോ, ഇപ്പൊ വരാം. ഈ മമ്മി ഇപ്പൊ വരാം,
പപ്പ ഇപ്പൊ വരാമെന്ന് പറയുന്ന ആ വാഗ്ദത്തത്തെക്കാൾ ആ കുഞ്ഞിന് ആശ്വാസകരമായ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. സ്തോത്രം. ഇവിടെ കർത്താവ് അത് തന്നെയാ പറയുന്നത്. വിവാഹ നിശ്ചയം ചെയ്ത് അമ്മ വീട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന, ഒത്തിരി പരിമിതികൾ അനുഭവിക്കുന്ന മണവാട്ടിയോട് അവൾക്ക് എത്ര പണം അയച്ചു കൊടുത്താലും, എത്ര ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിച്ചാലും, ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ, നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങ് കൊണ്ടുപോരാം എന്ന് പറയുന്ന അത്രത്തോളം ആശ്വാസവും സന്തോഷവും ഉണ്ടാവും? ഒരിക്കലില്ല. എങ്കിൽ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത് വിവാഹ നിശ്ചയം ചെയ്ത മണവാളൻ മണവാട്ടിയായ സഭയോട് പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ നിനക്ക് തരാമെന്നല്ല, ഏറ്റവും വലിയ വാഗ്ദത്തം ഇതാ, ഞാൻ വേഗം വരുന്നു എന്നുള്ളതാ. സ്തോത്രം. ഇന്ന് രാത്രി ആ വാഗ്ദത്തത്തിൽ നമ്മൾ സ്തോത്രം ഊഷ്മളത അനുഭവിപ്പാനിടയാകട്ടെ. ആ വാഗ്ദത്തത്തിൽ നാം ഏറ്റവും അധികം ത്രസിപ്പിക്കപ്പെടട്ടെ. നമ്മെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വാഗ്ദത്തം ഇതാകട്ടെ. വേറെ ഒന്നും ആകരുത്. ഇതാ ഞാൻ വരുന്നു, ഞാൻ വേഗം വരുന്നു. അതെ, സ്തോത്രം. വേഗം വരുന്ന നമ്മുടെ കർത്താവിനെ എതിരേൽക്കേണ്ടതിന് ഇന്ന് രാത്രിയിലും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. അതാണ് 1 തെസ്സലോനിക്കർ 4:17 പൗലോസ് പറഞ്ഞത്, ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. The utmost comfort of God's people, the utmost joy is nothing else but the hope and the promise of the coming of the Lord. അതെ, നമ്മുടെ കർത്താവ് വരുന്നു. മാറാ നാഥ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.